more on independence groupings. നമ്മൾ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലെങ്കിൽ റാൻഡം വേരിയബിൾസിന്റെ ഇൻഡിപെൻഡൻസ് അതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിന്റെ ഒരു യൂസ്ഫുൾ പ്രോപ്പർട്ടിയാണിത്. അതായത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമുക്കൊരു ഡിസ്ജോയിന്റ് സബ്സെറ്റ് ഓഫ് ഇൻഡെക്സ് സെറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ റാൻഡം വേരിയബിൾസിനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പിംഗ്സ് കിട്ടും. അപ്പോൾ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസിന് ഒരു ഇൻഡെക്സ് സെറ്റിന്റെ സബ്സെറ്റ് വെച്ചിട്ട് അതിൽ ആ ഒരു ഇൻഡെക്സ് സെറ്റ് ആ സബ്സെറ്റ് ആയിട്ട് വന്ന ഇൻഡെക്സ് സെറ്റ് യൂസ് ചെയ്തിട്ട് ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതൊരു യൂസ്ഫുൾ പ്രോപ്പർട്ടിയാണ് ഇൻഡിപെൻഡൻസിന്റെ. സോ അത് യൂസ് ചെയ്തിട്ടാണ് അടുത്തൊരു ലെമ്മ പറയുന്നത്, ഗ്രൂപ്പിംഗ് ലെമ്മ. ഗ്രൂപ്പിംഗ് ലെമ്മ. Let BT T belongs to T be an independent family of sigma fields. Let S be an index set, and suppose for S belongs to capital S, that TS subset of T and TSS belongs to S is pairwise disjoint. Now define BT is equal to join T belongs to TS BT. Then BTS S belongs to S is an independent family of sigma fields. So തന്നിട്ടുള്ളത് BT എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഫാമിലി ഓഫ് സിഗ്മ ഫീൽഡ്സ് ആണ് തന്നിട്ടുണ്ട്. BT T belongs to capital T. Capital T ഒരു ഇൻഡെക്സ് സെറ്റ് ആണ്. S ഒരു ഇൻഡെക്സ് സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. For S belongs to S, TS subset of T and TSS belongs to S pair wise disjoint ആണ്. സോ ഈ ഒരു ക്യാപിറ്റൽ എസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. ടി എസ് എസ് ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് പെയർ വൈസ് ഡിസ്ജോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നൗ ഡിഫൈൻ ബി ടി എസ് ഈക്വൽ ടു ജോയിൻ ടി ബിലോങ്സ് ടു ടി എസ് ബി ടി. ജോയിൻ ടി ബിലോങ്സ് ടു ടി എസ് ബി ടി, അതായത് ഈ തന്നിരിക്കുന്ന ഇൻഡിപെൻഡന്റ് സിഗ്മ ഫീൽഡ്സിന്റെ ജോയിൻ മാക്സിമം. നിങ്ങൾക്കറിയാം ജോയിൻ ടി ബിലോങ്സ് ടു ടി എസ് ബി ടി അല്ലെങ്കിൽ സിഗ്മ ഫീൽഡിന്റെ ജോയിൻ ഓഫ് സിഗ്മ ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്മോളസ്റ്റ് സിഗ്മ ഫീൽഡ് കണ്ടെയ്നിങ് ഓൾ BTs ആണ്. സോ ഈ BTS എന്ന് പറയുന്നത് അഗൈൻ ഒരു സിഗ്മ ഫീൽഡ് ആണ് കണ്ടെയ്നിങ് ഓൾ BTs. സ്മോളസ്റ്റ് സിഗ്മ ഫീൽഡ് ആണ് കണ്ടെയ്നിങ് ഓൾ BTs. ദെൻ BTS S ബിലോങ്സ് ടു S എന്ന് പറയുന്ന കളക്ഷൻ ഇൻഡിപെൻഡന്റ് ഫാമിലി ഓഫ് സിഗ്മ ഫീൽഡ് ആണെന്നാണ് പറയേണ്ടത്. BTS എന്ന് പറയുന്നത് ഈ ഇൻഡെക്സ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു കളക്ഷൻ ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയേണ്ടത്. ഇൻഡിപെൻഡന്റ് സിഗ്മ ഫീൽഡ് ആണെന്ന് പറയണം. നമ്മൾ ബേസിക് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. സിഗ്മ ഫീൽഡിന്റെ ഇൻഡിപെൻഡൻസ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ബേസിക് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ്. സോ ഒരു ഇൻഡിപെൻഡന്റ് സിഗ്മ ഫീൽഡ് ഇവിടെ തന്നിട്ടുണ്ട്. വേറൊരു ഇൻഡെക്സ് സെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ സിഗ്മ ഫീൽഡ് ആണ് ഇത് BTS S ബിലോങ്സ് ടു S എന്ന് പറയുന്നത്. ഇതൊരു ഇൻഡിപെൻഡന്റ് ഫാമിലി ഓഫ് സിഗ്മ ഫീൽഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ പ്രൂഫ് നോക്കാം. Now note that join T belongs to TS BT is the smallest sigma field containing all BTs. സോ നമുക്കറിയാവുന്ന കാര്യമാണ് BTS ജോയിൻ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സിഗ്മ ഫീൽഡ് കണ്ടെയ്നിങ് ഓൾ BTs ആയിരിക്കും. സോ BTS is again a സിഗ്മ ഫീൽഡ്. Without loss of generality, now we suppose that S is finite. S എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഇൻഡെക്സ് സെറ്റ് ക്യാപിറ്റൽ S എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Now define CTS equal to set of all intersection alpha belongs to K B alpha. It B alpha belongs to sigma field B alpha and K is subset of TS. K is finite. So ഇങ്ങനെ ഒരു സെറ്റ് CTS ഡിഫൈൻ ചെയ്യുന്നു. Now then CTS is a pi system for each S. ഇന്റർസെക്ഷൻ ആണ്. ഇവിടെ ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഇന്റർസെക്ഷൻ ആൽഫ ബിലോങ്സ് ടു കെ ബി ആൽഫ എന്നുള്ള ഫോമിലായിരിക്കും. കെ ഫൈനൈറ്റ് സെറ്റ് ആണ്. ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും കെ എന്ന് പറയുന്നത്. സോ ഒരു ഫൈനൈറ്റ് സെറ്റ് ഫൈനൈറ്റ് സഫിക്സുകൾ വരുന്ന ഫൈനൈറ്റ് എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ ആയിട്ടാണ് CTSൽ എലമെന്റ് ഉണ്ടാവുക. സോ CTS ക്ലിയർലി ഒരു പൈ സിസ്റ്റം ആണ് ഫോർ ഈച്ച് S ബിലോങ്സ് ടു ക്യാപിറ്റൽ S. And CTS S belongs to S are independent classes. അതും ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. CTS എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ക്ലാസ് ആയിരിക്കും. സോ നമുക്കിവിടെ ബേസിക് ക്രൈറ്റീരിയൻ യൂസ് ചെയ്യാം. ഇൻഡിപെൻഡന്റ് ക്ലാസ്സും അതൊരു പൈ സിസ്റ്റം ആണെന്ന് കിട്ടുന്നുണ്ട്. സോ ബേസിക് ക്രൈറ്റീരിയൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സിഗ്മ ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും.
ദാറ്റ് ഈസ് സിഗ്മ ഓഫ് സി ടി എസ് എസ് ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. സോ ഇവിടം വരെ നമുക്ക് കിട്ടി സിഗ്മ ഓഫ് സി ടി എസ് ഇൻഡിപെൻഡന്റ് ആണെന്ന്. ഇനി നമുക്ക് പറയാനുള്ളത് ബി ടി എസ് ഇൻഡിപെൻഡന്റ് ആണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ബി ടി എസ് എസ് ബിലോങ്സ് ടു എസ് എന്ന് പറയുന്ന കളക്ഷൻ ഇൻഡിപെൻഡന്റ് ആണെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അത് പ്രൂവ് ചെയ്യണം. നമുക്കിവിടെ സിഗ്മ ഓഫ് സി ടി എസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ബി ടി എസ് സിഗ്മ ഫീൽഡ് ആണ്, ഇത് സിഗ്മ ഫീൽഡ് ആണ്. അപ്പൊ നമ്മൾ ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി, ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പൊ ബി ടി എസ് എന്ന് പറയുന്നത് സിഗ്മ ഓഫ് സി ടി എസിനോട് ഈക്വൽ ആണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സോ ബൈ ഡെഫിനിഷൻ സി ടി എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ടി എസ്. സി ടി എസിന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, സി ടി എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ടി എസ് ആൻഡ് ഹെൻസ് സിഗ്മ ഓഫ് സി ടി എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ടി എസ് ബൈ മിനിമാലിറ്റി. ഇതൊരു സിഗ്മ ഫീൽഡ് ആണ്. സി ടി എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മിനിമൽ സിഗ്മ ഫീൽഡ് ആണ് സിഗ്മ ഓഫ് സി ടി എസ്. സോ സിഗ്മ ഓഫ് സി ടി എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ടി എസ്. ഓൾസോ ബി ആൽഫ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി ടി എസ് ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ടി എസ്. സി ടി എസിന്റെ ഡെഫിനിഷൻ തന്നെയുണ്ട്, ഓൾ ബി ആൽഫ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി ടി എസ് ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ടി എസ്. Now B alpha is contained in sigma of CTS for all alpha belongs to TS, which implies union alpha belongs to B alpha TS. B alpha is contained in sigma of CTS, which implies join alpha belongs to TS B alpha is contained in sigma of CTS. That is BTS is contained in sigma of CTS. Therefore sigma of CTS equal to BTS. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെയ്ൻഡ് ആണ്. സോ സിഗ്മ ഓഫ് സി ടി എസ് ഈക്വൽ ടു ബി ടി എസ്. ഹെൻസ് ബി ടി എസ് എസ് ബിലോങ്സ് ടു എസ് ആർ ഇൻഡിപെൻഡന്റ്. സിൻസ് സിഗ്മ ഓഫ് സി ടി എസ് എസ് ബിലോങ്സ് ടു എസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് കുറച്ച് മുന്നേ പറഞ്ഞു. സോ ബി ടി എസ് എസ് ബിലോങ്സ് ടു എസ് ആർ ഇൻഡിപെൻഡന്റ്. സോ അതാണ് ഗ്രൂപ്പിംഗ് ലെമ്മ. ബി ടി എസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇനി കുറച്ച് ഫാക്ട് പറയാം. അതായത് ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ് വൈ റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. പാരലൽ ഡിനോട്ട് ചെയ്യൽ പെർപെൻഡിക്കുലർ ഡിനോട്ട് ചെയ്യല്ലോ, ആ ഒരു നൊട്ടേഷനാണ്. രണ്ടും മിക്സ് ചെയ്തിട്ട് എക്സ് ഇൻഡിപെൻഡന്റ് വൈ എന്നുള്ളത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിമിലർലി വി റൈറ്റ് B1 independent B2 by this, and when two sigma fields B1 and B2 are independent. Sigma fields independent ആണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് നൊട്ടേഷൻ കൊടുക്കുക. സോ B1 ഉം B2 ഉം ഇൻഡിപെൻഡന്റ് ആണ്. രണ്ട് സിഗ്മ ഫീൽഡുകൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ B1 B2 എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. നമ്മൾ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസിന്റെ കേസിൽ കുറച്ച് റിസൾട്ട് ഉണ്ട്. അതായത് let xn n greater than or equal to 1 be independent random variables. xn n greater than or equal to 1 independent random variables ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. അതായത് സിഗ്മ ഓഫ് എക്സ് ജെ ജെ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എൻ ഈസ് ഇൻഡിപെൻഡന്റ് ടു സിഗ്മ ഓഫ് എക്സ് ജെ ജെ ഗ്രേറ്റർ ദാൻ എൻ. ജെ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എൻ വരെയുള്ള, അതായത് എന്നും അതിന് തൊട്ട് മുന്നേ വരെയുള്ള സിഗ്മ ഓഫ് എക്സ് ജെകളും എന്നിന് ശേഷമുള്ള സിഗ്മ ഓഫ് എക്സ് ജെക്ക് സിഗ്മ ഓഫ് എക്സ് ജെകളും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എക്സ് എന്നുകൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു n+1 to n+k എക്സ് ഐനോട് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സിമിലർലി ജോയിൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ ഈസ് ഇൻഡിപെൻഡന്റ് ടു ജോയിൻ ജെ ഈക്വൽ ടു n+1 to n+k എക്സ് ജെ. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോ എക്സ് എൻ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിനോട് അനുബന്ധിച്ച് വരുന്ന കേസുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ലെറ്റ് എ ആൻഡ് ബി independent events, then union n equal to 1 to n aj and union j equal to n+1 to infinity aj are independent. Independent random variables ആണെങ്കിൽ ഇതൊക്കെ പറയാം. സമ്മേഷന്റെ കാര്യം n വരെയുള്ളതും n-ന് ശേഷമുള്ളതും ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ തന്നെ ജോയിന്, അതുപോലെ തന്നെ സിഗ്മ ഫീൽഡ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ n1 to n-ഉം n+1 to infinity aj-കളും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് 0-1 ലോസ് പോറൽ കാൻഡലി ലെമ്മ. ഇൻഡിപെൻഡൻസ് പറഞ്ഞു. 0-1 ലോസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ലോ ആണ് 0-1 ലോ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസിന്റെ റേഞ്ചിനെ കുറിച്ച് പറയുന്നതാണ് 0-1 ലോസ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ബോറൽ കാൻഡലി ലെമ്മ വളരെ ഈസി ആണെങ്കിലും അത് ബാക്കിയുള്ള ലോസ് അല്ലെങ്കിൽ 0-1 ലോ ഒക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ കൺവേർജൻസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബോറൽ കാൻഡലി ലെമ്മ. സോ ഫസ്റ്റ് ബോറൽ കാൻഡലി ലെമ്മ എന്താണെന്ന് നോക്കാം. ബോറൽ കാൻഡലി ലെമ്മ സ്റ്റേറ്റ്മെന്റ് ലെറ്റ് an be any events if summation over n p of an less than infinity, then p of set an I o എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി ഓഫൺ, ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഒക്കർ ചെയ്യുക അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി എന്നിന് ട്രൂ ആണെന്നുള്ള മീനിങ് ആണ്. സോ പി ഓഫ് സെറ്റ് എ എൻ ഇൻഫിനിറ്റ്ലി ഓഫൺ ഈക്വൽ ടു പി ഓഫ് ലിമിറ്റ് സുപ്രീമം എ എൻ. ഇതിന്റെ രണ്ടിനെയും പ്രോബബിലിറ്റി സെയിം ആണ് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് ബോറൽ കാൻഡലി ലെമ്മ പറയുന്നത്. അതായത് എ എൻ ബി എനി ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെന്നൊന്നുമില്ല, ഏത് ഇവന്റ് ആണെങ്കിലും സമ്മേഷൻ ഓവർ എൻ പി ഓഫ് എൻ ഫൈനൈറ്റ് ആണെങ്കിൽ, അതായത് ഈ സീരീസ് പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഈ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആവുക, സീരീസ് ഫൈനൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ സമ്മ് ഫൈനൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ സീരീസ് കൺവേർജ് ചെയ്യാം. സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ പി ഓഫ് സെറ്റ് എ എൻ ഇൻഫിനിറ്റ്ലി ഓപ്പൺ, എ എൻ ഇൻഫിനിറ്റ്ലി ഓപ്പൺ ഒക്കർ ചെയ്യുന്ന ഈ ഒരു സെറ്റിന്റെ പ്രോബബിലിറ്റിയും പി ഓഫ് ലിമിറ്റ് സുപ്രീം ആയാലും സെയിം ആണ് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇത് 0 ആണെന്നാണ് ബോറൽ കാൻഡലി ലെമ്മ പറയുന്നത്. അപ്പം അതിന്റെ പ്രൂഫ് നോക്കാം. We have P of an set an infinitely often is equal to P of limit supremum an. അത് സ്റ്റേറ്റ്മെന്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടിനെയും പ്രോബബിലിറ്റി സെയിം ആണെന്നുള്ളത്. And P of limit supremum an എന്താണ് നമുക്കറിയാം. P of limit n tends to infinity union j greater than or equal to n aj. And by continuity of P is equal to limit n tends to infinity P of union j greater than or equal to n aj. And which is less than or equal to limit n tends to infinity summation j equal to n to infinity P of aj by subadditivity. നമുക്കിവിടെ subadditivity യൂസ് ചെയ്യാൻ പറ്റും. any event എന്നാ പറഞ്ഞത്. സോ subadditivity യൂസ് ചെയ്താൽ ലെസ് താൻ ഓർ ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി കിട്ടും. ആൻഡ് വിച്ച് ഇസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n tends to infinity ലിമിറ്റ് സുപ്രീമം ഓഫ് j equal to n to infinity P of aj. ഇത് എപ്പോഴും ഇതിന്റെ ലിമിറ്റ് സുപ്രീമത്തിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0. സിൻസ് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട് സമ്മേഷൻ j equal to 1 to infinity അല്ലെ n equal to 1 to infinity P of a എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് അല്ലെങ്കിൽ സീരീസ് കൺവേർജന്റ് ആണെന്ന് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. സോ since summation over n P of an is finite or series P of an is convergent, ആ സീരീസ് കൺവേർജന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ ടെയിൽ കൺവേർജസ് ടു 0 ആണെന്ന് അറിയാലോ. സോ സമ്മേഷൻ j equal to n to infinity P of aj എന്ന് പറയുന്നത് ഇതിന്റെ ടെയിലാണ്, ഈ സീരീസിന്റെ ടെയിലാണ് n to infinity P of aj എന്ന് പറയുന്ന സമ്മ്. സോ ടെയിൽ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഈ ഒരു ടേം 0 ആവും. സോ ദിസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് P of സെറ്റ് an ഇൻഫിനിറ്റ്ലി ഓപ്പൺ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അതാണ് ബോറൽ കാൻഡലി ലെമ്മ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബോറൽ കാൻഡലി ലെമ്മ അപ്ലൈ ചെയ്യുന്നതാണ്. ബെർണോളി റാൻഡം വേരിയബിൾസിന്റെ കേസ് എക്സ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ബെർണോളി റാൻഡം വേരിയബിൾ ആണ് തന്നിട്ടുണ്ട്. ബെർണോളി റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഓൺലി ടേക്സ് റേഞ്ച് 0, 1. 0, 1 എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് മാത്രമേ ഉണ്ടാവും എക്സിൻ്റെ അകത്ത്. അതായത് ബെർണോളി റാൻഡം വേരിയബിൾ 0, 1 മാത്രമേ വാല്യൂസ് എടുക്കൂ. അതിവിടെ ബോറൽ കാൻഡലി ലെമ്മ യൂസ് ചെയ്താണ്. സമ്മേഷൻ ഓവർ n പി എൻ ഫൈനൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ബോറൽ കാൻഡലി ലെമ്മ യൂസ് ചെയ്തിട്ട് n ഇൻഫിനിറ്റ്ലി ഓപ്പൺ ആവുന്ന സെറ്റിന്റെ പ്രോബബിലിറ്റി 0 ആണെന്നാണ് പറഞ്ഞത്. സോ ഇതൊന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ അകത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്.